ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സെർവ് ചെയ്യാവുന്ന അടിപൊളി ടേസ്റ്റുള്ള സേമിയ എഗ്ഗ് മസാലയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സേമിയ എഗ്ഗ് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യത്തിനുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 250 ഗ്രാം സേമിയയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സേമിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വലിയ സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സേമിയ മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെച്ച് കൊടുക്കുക. സേമിയക്ക് നല്ല ഒട്ടലുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചധികം തന്നെ വെള്ളം യൂസ് ചെയ്യുക. ഇനി നമുക്ക് പാന് പകുതി അടച്ചു വെക്കാം. സേമിയ വെറും 2 മിനിറ്റ് നേരം മാത്രം കുക്കായാൽ മതി. സേമിയ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ എന്തായി എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഓവർ കുക്ക് ആയിട്ടില്ല. ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ സേമിയ ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് എഗ്ഗ് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി വീണ്ടും പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സേമിയ എഗ്ഗ് മസാലക്ക് കിഡിലൻ ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള വെറും 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട. സവാള 1 മിനിറ്റ് നേരം മാത്രം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കവും 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നുകൂടി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണമൊന്ന് മാറിക്കിട്ടണം. ഈ ഒരു സേമിയ എഗ്ഗ് മസാല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 പൗഡറുകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൗഡറുകളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പൗഡറുകളുടെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ്. 250 ഗ്രാം സേമിയയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 5 കോഴിമുട്ടയാണ് നമ്മളിവിടെ എടുക്കുന്നത്. കോഴിമുട്ട കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ മുഴുവനായിട്ടും നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സേമിയ എഗ്ഗ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.